ഒരു പെന്തക്കോസ് ആശയങ്ങൾ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരു മുതൽക്കൂട്ടായി അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒന്ന്, ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന, ഞാൻ വായിച്ച് മനസ്സിലാക്കിയ ഒന്നാണ് സാറിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ചരിത്ര മ്യൂസിയം. കേരളത്തിലേക്ക് വന്ന പെന്തക്കോസ് ആശയങ്ങളുടെ ആരംഭ പ്രവർത്തകരായി വിദേശീയരുണ്ട്, സ്വദേശീയരുണ്ട്, മേരി ചാപ്മാനെ പോലുള്ള ആളുകൾ, അങ്ങനെ എത്രയോ ആളുകൾ ഇതിനുവേണ്ടി വില കൊടുത്തു. ഇവരുടെ എല്ലാം ജീവിത ചരിത്രങ്ങളുമൊക്കെ നോക്കി പഠിക്കാനും കാണാനും ഒരു പെന്തക്കോസ് വിശ്വാസിക്ക് ഞാൻ എന്തുകൊണ്ട് പെന്തക്കോസ് ആയിരിക്കുന്നു, എന്താണ് അതിൻ്റെ ചരിത്രം എന്ന് പഠിക്കാനും പറയാനും വിശ്വസിക്കുവാനും കണ്ട് ഇതായിരുന്നല്ലോ ആഗോളപരമായി തന്നെ ഒരു വലിയ നാഴികക്കല്ലായിട്ടാണ് ഇന്ന് ആ വിഭാഗം തന്നെ നിൽക്കുന്നത്. എന്തായിരുന്നു അതിൻ്റെ ആരംഭം, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്, ഒന്ന് വിശദീകരിച്ചു പറയാം. ഞാൻ അമേരിക്കൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒരു ദിവസം സന്ദർശിക്കാൻ പോയി. പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചെന്നപ്പോൾ അതിൻ്റെ ഒരു ടൂറുണ്ട് ആദ്യം. ആ ടൂറിൽ ഒരു ഭാഗത്ത് ഇതിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് ഒരു ചെറിയ ഭാഗവും ഒരു ചെറിയ വീഡിയോ പ്രസൻറ്റേഷനും ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കണ്ടപ്പോൾ അതെന്നെ സ്വാധീനിച്ചു. അത് വിപുലമല്ല, പക്ഷെ ഒരു ചിന്ത തുടങ്ങാൻ സ്പാർക്ക് ചെയ്തതിന് കാരണമായി. അപ്പം ഞാൻ വിചാരിച്ചു വിപുലമായൊരു ചരിത്രം അസംബ്ലീസ് ഓഫ് ഗോഡിന് വേണ്ടി ഉണ്ടാക്കണം. ഇനി ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചരിത്രം ഒന്ന് എഴുതണം എന്നുള്ള ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. അത് ശരി. അപ്പോൾ അതിനു വേണ്ടിയുള്ള രേഖകൾ ശേഖരിക്കുന്ന ജോലിയിൽ ഞാൻ ഏർപ്പെട്ടു. അത് ശരി. അതിന് ആധികാരികമായ രേഖകൾ അസംബ്ലീസ് ഓഫ് ഗോഡിന് ലഭ്യമാണ്. ഇത് മുഴുവൻ ടൈപ്പ് ചെയ്ത്, മലയാളത്തിൽ ടൈപ്പ് ചെയ്ത്, പ്രവർത്തകരുടെ പടങ്ങൾ ഉൾപ്പെടെ അവരെക്കുറിച്ചുള്ള വിവരം, അവരുടെ പ്രവർത്തനം, പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം, ഇങ്ങനെ ഈ വിവരങ്ങളെല്ലാം ചേർത്ത് ഒരു അല്പം വിപുലമായ ഒരു രേഖ ഉണ്ടാക്കി. അതോടൊപ്പം ഇവിടെ ഓരോ സമയത്തുണ്ടായിരുന്ന നേതാക്കന്മാർ, അവരുടെ പ്രവർത്തന കാലത്തെ അവരുടെ നേട്ടങ്ങൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആരംഭം മുതലുള്ള പ്രവർത്തകർ, ലീഡേഴ്സ്, പിന്നെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രാരംഭ പ്രവർത്തകരിൽ ആരുടെയെല്ലാം വിവരം കിട്ടുമോ അത്രയും വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്താണെന്ന് ഏതൊരു വ്യക്തിക്കും നല്ലപോലെ മനസ്സിലാക്കാം. പിന്നെ പെന്തക്കോസ്തിൻ്റെ ആദ്യത്തെ ചരിത്രം അതിനകത്ത് കുറച്ചുണ്ട്, പക്ഷേ അതിന് വിപുലമായി പോയിട്ടില്ല. കാരണം ഇത് മെയിൻ ഫോക്കസ് അസംബ്ലീസ് ഓഫ് ഗോഡാണ് എന്നുള്ളത് കൊണ്ട്. എന്നാൽ പിന്നീട് ഞങ്ങൾ ചരിത്ര പുസ്തകം ഉണ്ടാക്കിയപ്പോൾ ഈ പുരാതന രേഖകളെല്ലാം വീണ്ടും എടുത്ത് അതിൻ്റെ കോപ്പി എടുത്ത് അത് പിൽക്കാലത്ത് ഞങ്ങളുടെ ചരിത്ര പുസ്തകമായി തന്നെ ഇവിടുത്തെ സെൻറ്റനിയൽ സെലിബ്രേഷന് ഞങ്ങളത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹിസ്റ്ററി മ്യൂസിയത്തിൽ വന്നാൽ ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് കാണാം. ഡിഫറെൻറ്റ് പ്രോജക്ട്സ് എല്ലാം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്.